നമ്മുടെ ജീവിതത്തിലെ കണ്ടെയ്നറുകൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരം, അത് നമ്മുടെ ഒരു കണ്ടെയ്നറാണ്. നല്ലൊരു ജോലി, അതൊരു കണ്ടെയ്നറാണ്. അതുപോലെ എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു വീട് പണിയുക, അതൊരു കണ്ടെയ്നർ പണിയുക എന്നുള്ളത് കണക്കാണ്. അല്ലെങ്കിൽ ബാങ്കിൽ നല്ല ബാലൻസ് ഉണ്ടാവുക, അല്ലെങ്കിൽ നല്ലൊരു കുടുംബം, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ മനുഷ്യരുടെ കണ്ടെയ്നേഴ്സാണ്, ഒരു പാത്രം പോലെ. അപ്പൊ ഇതൊക്കെ മനോഹരമാക്കാനായിട്ട്, ഏറ്റവും നല്ലതാക്കാനായിട്ട് നമ്മൾ എപ്പോഴും ശ്രമിക്കുന്ന മനുഷ്യരാണ്. നമ്മുടെ ജീവിതം തന്നെ എടുത്തു നോക്കിയാൽ ഇതിലൊക്കെ നമ്മൾ എന്തോരം ഫോക്കസ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. ഈ കണ്ടെയ്നർ, ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും മോശമായ കാര്യങ്ങളല്ല, നമ്മുടെ ജീവിതത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ്. അത് മനോഹരമാക്കി മാറ്റണം, യാതൊരു സംശയവും ഇല്ല. അതിനുള്ള ശ്രമം നമ്മൾ നടത്തണം. പക്ഷെ ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ ഈ കണ്ടെയ്നർ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനോഹരമാക്കാൻ ശ്രമിക്കുമ്പോൾ ആ കണ്ടെയ്നറിൽ നിറയ്ക്കുന്ന കണ്ടന്റ് നിങ്ങളുടെ ജീവിതത്തിൽ അത് നേരാം വണ്ണം ശരിയായ കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ നിറയ്ക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം ദൈവം നമ്മോട് ചോദിക്കുന്നുണ്ട്. ഒരു കണ്ടെയ്നർ, നമുക്ക് വേണമെങ്കിൽ ഒരു ചായ കപ്പ്, ആ കപ്പിനകത്ത്, കപ്പ് മനോഹരമായ കപ്പായിരിക്കും, പക്ഷെ ആ കപ്പിന്റെ അകത്തേക്ക് നമ്മൾ മലിനജലം ഒഴിച്ചു വെച്ചാൽ ആ കണ്ടെയ്നറിന് ഒരു വിലയില്ലാതെയാവും. എത്ര മനോഹരമാണെന്ന് പറഞ്ഞാലും അതിൻ്റെ അകത്ത് എന്താണ്? മലിനജലമാണ്. നേരെ മറിച്ച് നമ്മളൊക്കെ മഷിക്കുപ്പികളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ആളുകളാണ്. ഒരു മഷിക്കുപ്പി, പൊട്ടിയ ഒരു മഷിക്കുപ്പി, ഒരു ഉപയോഗമില്ല എന്ന് നമുക്ക് തോന്നും. അത് കണ്ടെയ്നറാണ്. പക്ഷെ അതിനകത്ത് കുറച്ച് മണ്ണൊക്കെ ഇട്ട് അതിൽ നല്ല ഒരു പൂവ് നമ്മൾ കുത്തിവെച്ചാൽ ആ പൊട്ടിയ മഷിക്കുപ്പിയും മനോഹരമായിട്ടുള്ള ഒരു പൂപാത്രമായിട്ട് മാറും. കണ്ടന്റ് എന്താണ്? മനോഹരമായിട്ടുള്ള ഒരു പൂവ്, പുഷ്പം. ആ പുഷ്പം, അതിന്റെ കണ്ടന്റ് കണ്ടെയ്നറിന് തന്നെ വലിയ വില നൽകുന്ന, പൊട്ടിപ്പോയതിന് പോലും വില നൽകുന്ന മനോഹരമായിട്ടുള്ള ഒരു ഉപമയാണ്, ഇമേജറിയാണ് അത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും. നമ്മൾ ആലോചിച്ച് നോക്കിയേ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത്തരം ഈ കണ്ടന്റും കണ്ടെയ്നറും വരുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. ഒരു ഉദാഹരണം അപ്പൻ പറയുകയാണ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ കടന്നുപോയ ആളാണ്. അതുകൊണ്ട് എനിക്ക് മകൻ ജനിച്ചപ്പോൾ ആ മകൻ ഒരു ബുദ്ധിമുട്ടും അറിയാതിരിക്കാൻ അവൻ ചോദിക്കുന്നത് മുഴുവൻ ഞാൻ അവന് വാങ്ങിക്കൊടുത്തു. അവന് സൈക്കിൾ വേണമെന്ന് പറഞ്ഞപ്പോൾ സൈക്കിൾ വാങ്ങിക്കൊടുത്തു, മൊബൈൽ ഫോൺ വേണമെന്ന് പറഞ്ഞു മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുത്തു, കോളേജിലായി കഴിഞ്ഞപ്പോൾ ബൈക്ക് വേണമെന്ന് പറഞ്ഞു ബൈക്ക് വാങ്ങിക്കൊടുത്തു. അതൊക്കെ കണ്ടെയ്നറാണ്. പക്ഷേ മകൻ ഇന്ന് മയക്കുമരുന്നിന് അടിമയാണ്. അവന്റെ കണ്ടന്റ്, അവനൊരു ജീവിത ദർശനം നൽകാനായിട്ട് ആ അപ്പന് സാധിച്ചില്ല എന്നുള്ളതാണ്. കണ്ടെയ്നറൊക്കെ ഉണ്ട്, മനോഹരമാണ്, എല്ലാം ഉണ്ട്. പക്ഷേ ജീവിതത്തിൽ കണ്ടന്റ് ഇല്ലാതെ പോകുന്ന ഒരവസ്ഥ. പുറത്ത് അത്രമേൽ മനോഹരമല്ലാത്ത കണ്ടെയ്നറാണ് എൻ്റെ വീടോ, എൻ്റെ ജോലിയോ, എൻ്റെ സമ്പത്തോ, എൻ്റെ ആരോഗ്യമോ ഒക്കെ എനിക്ക് കുറവാണെങ്കിൽ, പോരായ്മകളുണ്ടെങ്കിൽ കൂടി അകത്ത് ഈ ദൈവത്തിൻ്റെ സ്നേഹവും കൃപയും അവിടുത്തെ കാരുണ്യവും ജീവിത മനോഭാവങ്ങളും നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ഈ കണ്ടെയ്നർ, കുറവുകളുള്ള കണ്ടെയ്നർ പോലും ആ പൊട്ടിയ മഷിക്കുപ്പി മനോഹരമായി പൂപാത്രമാകുന്നത് പോലെ മനോഹരമായിട്ടുള്ള ഒന്നായിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ മാറും എന്നുള്ള ബോധ്യത്തോടെ ജീവിക്കാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം.